ഹലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന് കുറച്ച് കമ്പനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് ഇതുപോലെ കുറച്ച് ഇങ്ങനെ ശിഖരം പോലെയൊക്കെ നിൽക്കുന്ന കുറച്ച് 2-3 കമ്പൊക്കെ ഞാൻ ഇതുപോലെ ഒടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വർക്ക് നമ്മുടെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു പിങ്ക് കളറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഒരു വർക്കിന്. പക്ഷേ ഇതിൽ പിങ്ക് ഇല്ലായിരുന്നു, എൻ്റെ ഈ ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ കളറേ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് പേപ്പറിൽ ഇതുപോലെ ഒരു ഇതളിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ട് അത് ഈ ക്രേപ്പ് പേപ്പറിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതിങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു കട്ടിൽ തന്നെ കുറേ ഇതൾ കിട്ടും. അപ്പോൾ ഏകദേശം 5 ഇതളോളം എനിക്ക് ഈ ഒരു കട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനുള്ളിൽ വെക്കാൻ അകത്ത് നമ്മളിങ്ങനെ വെക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ സ്ഥാനത്തിനായിട്ട് എൻ്റെ കയ്യിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് എടുത്തത്. ഞാൻ കുറച്ചിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തുമ്പത്തായിട്ട് ഇതുപോലെ ഞാൻ ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ആ ഓരോ പെറ്റൽസും ഇതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തേക്കുന്നത്. ആകെ 4 പെറ്റൽസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പൂവായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പൂ ഇച്ചിരി വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അകത്ത് ഈ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ പുറത്ത് മറ്റേ ഡാർക്ക് ബ്ലൂ ഉണ്ട് കേട്ടോ, ആ ഷെയ്ഡും കൂടെ വെച്ചിട്ട് ഒരു പൂവും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2-3 കമ്പൊക്കെ ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിലെല്ലാം ചെയ്യാമെന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നമ്മൾ റൂമിലൊക്കെ വെക്കുമ്പോഴത്തേക്കും, നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഈ ഒരു കമ്പി ചെയ്തപ്പോഴത്തേക്കും തന്നെ ഞാൻ കുഴഞ്ഞു. അതായത് എനിക്ക് മടിയാണ് ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നിലും ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാത്തിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വെക്കുമ്പോഴത്തേക്കും. എന്നിട്ട് ഇതുപോലെ ഓരോ പൂവും ഞാൻ ഇതുപോലെ കമ്പിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ഗമ്മില്ലേ അത് തന്നെ വെച്ചത്. കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടൂലെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് ഒട്ടി. അങ്ങനെ 2 കൊമ്പിലും ഇതുപോലെ ശിഖരം പോലെ വരുന്ന രീതിയിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധനം. 2-3 ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു.